ഒരു ഡോക്ടറുടെ കീഴിലുള്ള ഒരു മുറി അനധികൃതമായി അദ്ദേഹത്തിന് അനുമതിയില്ലാതെ തുറക്കാതെ മറ്റൊരു പൂട്ടുക, അതിൽ CCTV ആരെങ്കിലും കയറിപ്പോയി അതിനൊക്കെ എന്ന് ദുസ്സൂചനയോടുകൂടി വാർത്താ സമ്മേളനത്തിൽ പറയുക, ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല, അതിന് ചട്ടലംഘനമില്ല, അതിന് നടപടിയില്ല, ശിക്ഷയില്ല. ഈ ആശുപത്രിയിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ ആൾക്കെതിരെ വലിയ അന്വേഷണ കമ്മീഷനുകൾ, വാർത്താ സമ്മേളനങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. ഇതാണ് സിസ്റ്റം. അഡ്വക്കേറ്റ് അരുൺകുമാർ. അതെ, ഇതൊക്കെ നിങ്ങൾ ഒരു സൈഡ് മാത്രം നോക്കുന്നതുകൊണ്ടാണ്. ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വം തന്നെയല്ലേ താങ്കൾ. ഈ രാജ്യത്ത് തന്നെ അവസാനത്തെ 3 വർഷം ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ കൊടുത്തതിന് കേന്ദ്രം ഡൽഹിക്ക് വിളിച്ച് അവാർഡ് കൊടുത്ത ആരോഗ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. താങ്കൾക്കറിയാമോ, ഇവിടെ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾ സൗജന്യ ചികിത്സ തേടുന്നവരാണ്. അതിൽ എത്ര രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചതെന്നെല്ലാം കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ആ 30,000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ മീഡിയ 1 ചാനലിൽ ഏതെങ്കിലും താങ്കൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കേടായാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പല്ലല്ലോ ഇടുക, അതിൻ്റെ അതോറിറ്റിയെ അറിയിക്കുകയല്ലേ ചെയ്യുക. ആ അതോറിറ്റിയെ അറിയിച്ചിട്ടും മേടിച്ച് തന്നില്ലെങ്കിലും താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പ് ഇടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരന്, താങ്കൾ ഒരു സ്വകാര്യ ചാനലിലാണ്, ഒരു സർക്കാർ ജീവനക്കാരന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. അത് പാലിക്കാതെ വരുമ്പോൾ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കേണ്ടേ? ഒന്ന്. രണ്ടാമത്, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണോ? ഈ പ്രോബ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രോബ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സമയത്ത് കിട്ടാത്തത് ആരുടെ ലാപ്സാണ് എന്ന് പരിശോധിക്കണ്ടേ? അത്തരം ഒരു പരിശോധന ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു പാനലിനെ കൊണ്ട് നടത്തുമ്പോൾ മുതൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണം എന്താണ്? ആ പ്രചരണം നടത്തുമ്പോഴും ഗവൺമെന്റ് നിയമപരമായിട്ട് അത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ എന്ന് തന്നെയല്ലേ സൂചിപ്പിച്ചത്. തൻ്റെ പ്രോബ് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ഡാമേജ് വന്നു, ഓപ്പറേഷൻ മുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തൊട്ടടുത്ത യൂണിറ്റിൽ മറ്റൊരു ഡോക്ടർ ഇതുപോലുള്ള പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്തുന്നില്ലേ? തൻ്റെ മുന്നിൽ വന്ന രോഗിയെ വേണമെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറുടെ പ്രോബ് മേടിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പറേഷൻ തുടരാമായിരുന്നല്ലോ. അങ്ങനെ പല റെമഡീസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്താതെ സോഷ്യൽ മീഡിയയിലെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ നിശ്ചിതമായി വിമർശിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പോസ്റ്റ് വന്നു. വിമർശനത്തെ ഞങ്ങൾ ആരും ഭയപ്പെടുന്നില്ല. നിരവധി വിമർശനങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ആ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രതിനിധിയൊക്കെ 9ാം വർഷവും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നത്. വീണ്ടും വീണ്ടും ആജീവനാന്തം പ്രതിപക്ഷത്തിരിക്കാൻ പോകും. ആദ്യം ആരോഗ്യമന്ത്രി സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്ന എന്തോ പരിപാടിയായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണോ നിങ്ങൾ സ്വദേശത്തോടുള്ള വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഡോക്ടർ ഹാരിസിന് ഒരു പ്രശ്നവുമില്ല. ഈ സർക്കാരിനെ കുറിച്ച് അദ്ദേഹത്തിന് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അദ്ദേഹം ആ ഇഷ്യൂ മാത്രമാണ് അദ്ദേഹത്തിന് ആരോഗ്യമന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ പാർട്ടിയോടോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിവരം ഒരു വിസിൽ ബ്ലോവറെ പോലെ വിളിച്ചു പറയുമ്പോൾ ലോകത്തുള്ള സകല വിസിൽ ബ്ലോവർമാരെയും CPM സർക്കാരും പിന്തുണയ്ക്കും. പക്ഷേ സ്വന്തം വീട്ടിൽ, സ്വന്തം സംസ്ഥാനത്ത് പറ്റില്ല. ഇതാണ് നയം.